ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് പ്രൊജക്ടൈൽസ്. പ്രൊജക്ടൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനത്തെ നമ്മുടെ ഒരു ട്രാജക്ടറി ഉള്ള മോഷൻ എന്ന് പറയുന്നതാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അതിന്റെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പ്രൊജക്ടൈൽ മോഷൻ ആണെങ്കിൽ അവിടെ ഒരു വെർട്ടിക്കൽ കമ്പോണന്റും കാണും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും. രണ്ട് കമ്പോണന്റ്സ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ട്രാജക്ടറി പോകുന്ന പ്രൊജക്ടൈൽസിന്. ഇതൊരു പാരബോളിക് ആയിരിക്കും. ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് പാരബോളിക് ഇക്വേഷൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. നമ്മളിപ്പോ ഒരു എന്റെ എക്സാമ്പിൾ തന്നെ ഒന്നുമില്ല, നമ്മളൊരു ബോൾ എടുത്ത് നമ്മൾ മുകളിലേക്ക് എറിയുന്നു, അത് പ്രൊജക്ടൈൽ മോഷനാണ്. നമ്മൾ എന്തെങ്കിലും എന്ത് സാധനങ്ങൾ എറിയുന്നതും ഒക്കെ മുകളിലേക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഇനിഷ്യലി ചെയ്യുന്നതൊക്കെ പ്രൊജക്ടൈൽ മോഷനാണ്. ഇത് ഇങ്ങനെ പോകും, അത് കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലറിൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി കാണും, അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫൈനൽ വെലോസിറ്റി 0 ആകും, വീണ്ടും ഇത് താഴേക്ക് വരും. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മോഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് അഗനിസ്റ്റ് ആയിരിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാവിറ്റിക്ക് വിത്തിനായിട്ടും വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ ആകെ ഇത്രയും കാര്യം ഓർക്കുക. ഈ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഹാസ് എ വെർട്ടിക്കൽ കമ്പോണന്റും കാണും, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും. ഒരു കമ്പൈൻഡ് എഫക്ട് ഓഫ് പ്രൊജക്ടൈൽ പാർട്ടിക്കിൾസ് തന്നെ ഒരു കമ്പൈൻഡ് എഫക്ട് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മോഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വായിച്ച് നിങ്ങൾ വിടണം. ഇനി നമുക്ക് വേണ്ട കുറെ ഡെഫിനേഷനും കാര്യങ്ങളും. എന്താണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ? നമ്മൾ ഏത് വെലോസിറ്റിയിലാണോ ഈ പ്രൊജക്ടൈല് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദി വെലോസിറ്റി വിത്ത് വിച്ച് ദി പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഈസ് കോൾഡ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. നമ്മൾ അതിന്റെ മിക്കവാറും യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യുവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്തതുള്ളത് വേറൊരു ടേം ഉണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് നമ്മൾ വിടുന്ന ആ പ്രൊജക്ടൈല് എന്ത് മാത്രം ആംഗിൾ ആണോ ചരിഞ്ഞിരിക്കുന്നത്, അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊജക്ഷൻ ആൻഡ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അടുത്ത ട്രാജക്ടറി. ട്രാജക്ടറി എന്ന് പറയുമ്പോൾ ഈ മോഷൻ പോകുന്ന ആ പ്രൊജക്ടൈലിന്റെ പാത്തിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, നമ്മളൊരു പ്രൊജക്ടൈൽ, ഇപ്പൊ നമ്മളൊരു ബോള് പാരബോളിക് നമ്മൾ ജസ്റ്റ് ത്രോ ചെയ്യുന്നു. നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫീൽഡിൽ നിന്ന് നമ്മൾ കീപ്പറിലേക്ക് എറിയുകയാണെങ്കിൽ അതെല്ലാം ഒരു പാരബോളിക് മോഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്നതും ആ കീപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ റേഞ്ച് എന്ന് പറയും. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ എ പോയിന്റിൽ നിന്ന് ഇപ്പൊ നമ്മൾ ത്രോ എറിയുമ്പോൾ നമ്മുടെ അവിടുന്ന് ആ വിക്കറ്റ് കീപ്പറിന്റെ കൈ വരെ എത്രമാത്രം ടൈം എടുത്തോ അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത്രയാണ് ഇതിന്റെ ബേസിക് ടേംസും കാര്യങ്ങളും. അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇനി തൊട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. നമുക്ക് 3 ടൈപ്പ് പാരബോളേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നിങ്ങൾ നേരത്തെ നമ്മളെപ്പോഴും നിങ്ങൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സിമ്പിൾ ടൈപ്പ് മാത്രമായിരിക്കും. നമുക്കൊരു 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. ഇവിടെ ചെയ്യുന്നത് ഇതുണ്ടോ, പോയിന്റ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ നോക്കാം, ഇങ്ങനെ മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി. ഇവിടെ നിന്നാണ്, ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ ഈ മോഷൻ തുടങ്ങുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഇവിടെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്, h ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. പിന്നെ ഈ ഡിസ്റ്റൻസ് നമ്മൾ റേഞ്ച് എന്ന് പറയും. ഈ ഡിസ്റ്റൻസ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയും. ഇവിടുത്തെ വെലോസിറ്റി u ആയിരിക്കും. മറ്റിടത്തൊക്കെ ഇവിടെ വെലോസിറ്റി വരുന്നത് 0 ആണ്. അപ്പൊ പക്ഷെ ഈ നമ്മൾ ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി u ആയിരിക്കും. അത് ഓർക്കുക. അതുപോലെ തന്നെ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g ആയിരിക്കും. ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് g ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും നോക്കാം.
സിമ്പിൾ ഇക്വേഷനും കാര്യങ്ങളേ ഉള്ളൂ. ഇക്വേഷൻസ് നമ്മുടെ പഴയ ഇക്വേഷൻസ് ഒക്കെ തന്നെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ S=UT plus half AT², ആ ഇക്വേഷൻ ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു റേഞ്ച് R ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പ്രോജക്റ്റിൽ ഇടുന്നത്. ഇവിടെ വന്ന് A പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് B പോയിന്റിൽ നിന്ന് ഇവിടുത്തെ വെലോസിറ്റി U ആണ്, ഈ ഡിസ്റ്റൻസ് H ആണ്. ഞാൻ പറഞ്ഞു ഈ പ്രൊജക്റ്റൈൽ മോഷൻ എല്ലാം എന്തുണ്ട്, ഏത് പോയിന്റ് എടുത്താലും അവിടെ ഒരു വെർട്ടിക്കൽ മോഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്. നമ്മളിവിടെ വെർട്ടിക്കൽ മോഷൻ ഈ പോയിന്റിന്റെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ പോയിന്റിന്റെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഫ്രീ ഫോൾ ആയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇടുന്നത്, ഇങ്ങോട്ട്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഫ്രീ ആകുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ 0 ആയ, പ്രത്യേകിച്ച് ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ഇടുന്നില്ല. ഇനിഷ്യൽ വെലോസിറ്റി ഇട്ടാലും കുഴപ്പമില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് H കിട്ടാൻ വേണ്ടി ഒരു ഇക്വേഷൻ ആണ്, ജസ്റ്റ് വെർട്ടിക്കൽ കണ്ടീഷൻ മാത്രമാണ് ഇടുന്നത്. അല്ല, നിങ്ങൾക്ക് ഈ പടമൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ബ്രേക്ക് ആവുന്നൊന്നും ഇല്ലല്ലോ വോയിസ്? ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഇപ്പൊ ഇല്ല സാർ, നേരത്തെ ചെറുങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊന്നുകൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി, ഇതാണ് നമുക്ക് 3 ടൈപ്പ് പാരാബോളയുടെ മോഷൻ പഠിക്കാനുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. പാരാബോളയുടെ 3 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് ടൈപ്പ് ഇതും, ഫസ്റ്റ് ടൈപ്പ് ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നോർമൽ കേസ് ഇങ്ങനെ പോകുന്ന പാരാബോള. ജസ്റ്റ് അടുത്ത വേറൊരു ടൈപ്പ് ഉണ്ട്, ഇത് തന്നെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ ഇരിക്കും. ഇതിൽ തന്നെ പിന്നെ വേറൊരു കണ്ടീഷനും കൂടെ നമുക്ക് വരുന്നുണ്ട്. 2 ലെവലിലുള്ള പാരാബോള വരുന്നുണ്ട്, ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വരുന്ന പാരാബോള. അപ്പൊ അങ്ങനെ 2 ലെവലിൽ പോകുന്ന പാരാബോള ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പില് ഇവിടെ നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഒരു യുവില് ഇങ്ങനെ പാരാബോള കൊടുക്കുന്നു. പാരാബോള യു ഇങ്ങനെ പോകുന്നു. ഇവിടെ H ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ ഡിസ്റ്റൻസിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് എപ്പോഴും പറയുന്നത്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. പിന്നെ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും പാരാബോളയ്ക്ക്, ഇപ്പൊ ഞാൻ ഈ പോയിന്റ് എടുക്കുന്നെങ്കിൽ ഇവിടെ എനിക്ക് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് അല്ല ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാണും, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് കാണും. ഏത് ഇതെടുത്താലും പാരാബോളയുടെ ഏത് പോർഷൻ എടുത്താലും രണ്ടും കാണും. അപ്പൊ നമ്മള് വെർട്ടിക്കൽ മോഷൻ വരും, ഇതും വരും, ഹൊറിസോണ്ടൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യലി പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം എടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. U+AT ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത കയ്യിലിരിക്കുന്ന ഒരു ഇക്വേഷൻ S=UT plus half AT² അല്ല V² minus U² = 2AS. ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇക്വേഷൻസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫിഗറിന്റെ വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമ്പോൾ ഈ സാധനം. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി കൺസിഡർ ചെയ്യണം ഈ പോയിന്റിൽ. ഇവിടെ പ്രത്യേകിച്ച് വെർട്ടിക്കൽ വെലോസിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ S=UT plus half AT² ആണ്. ഇപ്പൊ ഇവിടുത്തെ ഈ വെർട്ടിക്കൽ മോഷന്റെ S എന്ന് പറയുന്നത് ഈ H ആണ്. S=H ആണ്. അപ്പൊ ആ H നമുക്ക് കൊടുക്കാം. H=U എന്ന് പറഞ്ഞാൽ ഇവിടെ വെർട്ടിക്കലായിട്ട് വെലോസിറ്റി ഇല്ല. ഇവിടെ നമ്മൾ U കൊടുക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പൊ ഈ U ഇവിടുത്തെ 0 ആണ്. ഓക്കെ,
ഇവിടെ 0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിപ്പോ അറിയാം നിങ്ങൾക്ക്, ഇതെങ്ങോട്ടാ താഴേക്കാണ്. താഴേക്കാകുമ്പോൾ തന്നെ അത് എ എന്ന് പറയുന്നത് ജി ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് h is equal to ഹാഫ് ജി ടി സ്ക്വയർ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നോളാം. ഇങ്ങനത്തെ ഒരു പകുതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇതേപോലെ തന്നെ ഹൊറിസോണ്ടലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഷൻസിന്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാരബോളയുടെ h എന്ന് പറയുന്നത് h is equal to ഹാഫ് ജി ടി സ്ക്വയർ. ഇത് കിട്ടിയത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇക്വേഷൻ is equal to ഹാഫ് ജി ടി സ്ക്വയർ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. എക്സാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് ഓർത്തിരുന്നാൽ നല്ലത്. അതേപോലെ തന്നെ ഇവിടെ വെർട്ടിക്കലായിട്ട് ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇത് ഹൊറിസോണ്ടലി ആണ്. ഇത് പോകുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ ആക്സിലറേഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് തന്നെ വെലോസിറ്റി ഇൻറ്റു ടൈം, അത്രേ ഉള്ളൂ. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ യു ഇൻറ്റു ടി, അത്രേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷനും പി കെ സി പഠിക്കണം. h ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയറും അതുപോലെ റേഞ്ച് ആർ ഈക്വൽ ടു യു ഇൻറ്റു ടി. ഇത് രണ്ടുമാണ് നമ്മുടെ ഫസ്റ്റ് പാരാബോള, അതായത് മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്നുള്ള കേസിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഞാൻ വേണമെന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ യു ടി വന്നത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, നമ്മുടെ സാധാ ഇക്വേഷൻ. ഇവിടെ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റി യുവിലാണ് പോകുന്നത്. ആക്സിലറേഷൻ വരുമെങ്കിൽ ഇക്വേഷൻ മാറും കേട്ടോ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്താവും, നമ്മുടെ മറ്റേ ഇക്വേഷൻ തന്നെ വരും. h is equal to യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വരും ഇവിടുത്തെ റേഞ്ച്. ഇവിടെ യൂണിഫോം ഇതാണെങ്കിൽ യു ടി ആണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ലപോലെ ക്ലിയർ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് തന്നെ പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പൈലറ്റ് ഫ്ലൈയിങ് ഇറ്റ്സ് ബോംബർ അറ്റ് എ ഹൈറ്റ് ഓഫ് 2000 meter with a uniform horizontal velocity. യൂണിഫോം ഹൊറിസോണ്ടൽ വെലോസിറ്റി വിച്ച് മീൻസ് അവിടെ ആക്സിലറേഷന്റെ കാര്യം വരുന്നില്ല, അപ്പൊ റേഞ്ച് കുഴപ്പമില്ല. വാണ്ട്സ് ടു സ്ട്രൈക്ക് എ ടാർഗറ്റ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ടാർഗറ്റ് ഹി ഷുഡ് റിലീസ് ദി ബോംബ്. പുള്ളിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ഈ സ്പീഡിലാണ് പുള്ളി വരുന്നത്. പുള്ളി എത്ര സ്പീഡിലാണ് വരുന്നത്? യൂണിഫോം വെലോസിറ്റി ഓഫ് 600 km/h വരുന്നു. പുള്ളി ഇപ്പൊ ഭൂമിയിൽ നിന്ന് 2000 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത്. പുള്ളിക്ക് ഒരു ടാർഗറ്റ് ബിയില് ഇത് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ റേഞ്ച് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ റേഞ്ച് നമുക്ക് വേണം. റേഞ്ച് അറിയണമെങ്കിൽ നമുക്കറിയാം യൂണിഫോം ഇങ്ങനത്തെ മോഷൻ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ മോഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഇക്വേഷനേ ഉള്ളൂ, അതോർക്കുക. h is equal to ഹാഫ് ജി ടി സ്ക്വയറും ആർ ഈക്വൽ ടു യു ടി. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ യു ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് 600 km/h. ടി അറിയത്തില്ല. ടി നമുക്ക് മറ്റേ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങള്, നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് മീറ്റർ, സെക്കൻഡ്സ്, അങ്ങനത്തെ യൂണിറ്റ്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് km/h ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? എത്ര ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ m/s ആക്കാൻ? എത്ര ചെയ്യണ്ടേ പറ? 5/18. 5/18 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ m/s കിട്ടും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൻ ഡേറ്റ എഴുതണം. ഞാൻ നിങ്ങളുടെ പേപ്പർ നോക്കിയപ്പോ ഞാൻ ലാസ്റ്റ് പറയാം, നിങ്ങൾ പറഞ്ഞ യൂണിറ്റ്സ് ഒന്നും ഇടാറില്ല. അതുപോലെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേണം എഴുതാൻ. ആദ്യം ഗിവൻ ഡേറ്റ എന്ന് എഴുതുക. ഗിവൻ ഡേറ്റ എഴുതിയിട്ട് നമുക്ക് തന്ന കാര്യങ്ങൾ, ഫിഗറും കാര്യങ്ങളും വരച്ചു വെക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റിയാൽ പോലും നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഇപ്പൊ ഗിവൻ ഡേറ്റ h തന്നിട്ടുണ്ട് 2000, യു നമുക്ക് തന്നിട്ടുണ്ട് 600. അതിനെ എന്ത് ചെയ്തു? m/s ആക്കി 5/18 ചെയ്തു. അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, ഈ 1000/60 × 60 കേട്ടോ. നിങ്ങൾ അത് 5/18 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം യു ഈക്വൽ ടു, ഇപ്പൊ നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. ഇനിയിപ്പോ നമ്മള് ഇക്വേഷൻ കൊടുക്കാൻ പോവാണ്. നമുക്ക് അറിയാം h ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ എടുത്താൽ മതി.
ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. അപ്പം അതേ ഇത് വെച്ചിട്ട് ഇവിടെ കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ ആ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. S is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. S അറിയാം 2000, u വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല, നില്ലാണ്, ഇൻറ്റു t പ്ലസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിയുടെ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇത് തന്നെയാണ് ആൻസർ വരുന്നതെന്ന് പറയണം. ഇത് തന്നെയാണോ കിട്ടുന്നത്? Yes, sir. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടി കിട്ടി. ഇനിയിപ്പൊ റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഞ്ച് ഈക്വൽ ടു യു ഇൻറ്റു ടി നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്, അതിലിട്ട് കൊടുക്കുക. യു അറിയാം, ഇപ്പൊ ടിയും കിട്ടി. അപ്പൊ അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3365.46 മീറ്റർ എന്നാണ്. ഇത് തന്നെയാണോ എന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദി ടാർഗറ്റ് ഹി ഷുഡ് റിലീസ് ദി ബോംബ്. അപ്പൊ അതൊരു ഇതായിട്ട് എഴുതണം. ഹി ഷുഡ് റിലീസ് ദി ബോംബ് അറ്റ് ഇത്ര മീറ്റർ എന്ന് എഴുതണം കേട്ടോ. അങ്ങനെ കൊണ്ട് എഴുതുമ്പോഴേ ആൻസർ ഒന്ന് കറക്റ്റ് ആവും. ഇപ്പൊ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഇപ്പൊ ചെയ്തു പോയി മിസ്റ്റേക്കില് 2500 വല്ല സംതിങ് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ഗീവൺ ഡേറ്റ എഴുതിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാർക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചുമ്മാ ഇങ്ങനെ ഒന്നും എഴുതാതെ, യൂണിറ്റ്സ് ഒന്നും എഴുതാതെ അലമ്പായിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ 5 മാർക്ക് ചിലപ്പോൾ 1 മാർക്ക് എഴുതും. അപ്പോൾ നല്ല പ്രസന്റേഷനിൽ ആൻസേഴ്സ് എഴുതുക. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഈ ഹൊറിസോണ്ടൽ പാരബോളയാണോ എന്ന് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓരോന്നിനും ഇക്വേഷൻസ് വേറെയാണ്, അത് ഓർക്കണം. കണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ പേഴ്സൺ വാണ്ട് ടു ജമ്പ് ഓവർ എ ഡിച്ച് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് എടുത്ത് ചാടണം, ഈ എ പോയിന്റ് നിന്ന് ബി പോയിന്റ്. ഇതെന്താണ്? ഹൊറിസോണ്ടൽ തന്നെയാണ്. ഫൈൻഡ് ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ഹി ജംപ്സ്. അപ്പൊ നമുക്ക് ഇവിടെ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇയാളുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയിൽ ചാടിയാൽ ഇയാള് ഇവിടെ എത്തും. അപ്പൊ ഇവിടെ ഇനി ഫിഗറിൽ നോക്കാം. ഈ ഫിഗറിൽ അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് q എന്ന് പറയുന്നത് എന്തായാലും h ആണ് അല്ലെ? റേഞ്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ഗിവൺ ഡേറ്റ എഴുതാൻ പോവാണ്. നമുക്ക് r തന്നിട്ടുണ്ട് 3 മീറ്റർ, യൂണിറ്റ് ഇടണം, അതുപോലെ h തന്നിട്ടുണ്ട് 2 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കുള്ള ഇക്വേഷൻ നിങ്ങൾ സൈഡിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. r is equal to u into t. ഇപ്പൊ t നമുക്ക് അറിയില്ല. അപ്പൊ പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, h is equal to half gt സ്ക്വയർ. h അറിയാം, ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? t കണ്ടുപിടിക്കാം. ആ t എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. r അറിയാം, ഈ ഇക്വേഷനിൽ നിന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യുവും കിട്ടും. ഒന്ന് ചെയ്തേ പെട്ടെന്ന് ഇത് തന്നെ വരുന്നുണ്ടോ എന്ന് പറയണം. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, പാരാബോളിക് ഇക്വേഷൻ കാര്യങ്ങൾ. 15 മാർക്സ് വരെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും.
കിട്ടുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്, കിട്ടുന്നുണ്ടല്ലോ. എല്ലാരും ചെയ്യുന്നില്ലേ? ഇതൊന്നുമില്ല. നമ്മള് ഒന്ന് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമുക്ക് ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. യു ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള രണ്ടേ രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ ഇങ്ങനത്തെ മൂവ്മെന്റ്. ആർ ഈക്വൽ ടു യു ടി, എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അതിൽ നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. കാരണം നമുക്ക് ഇവിടെ നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. യുവിന് ഇതിനകത്ത് ആറേ ഉള്ളൂ, ടി ഇല്ല. ടി അപ്പൊ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ എടുക്കണം, ഹാഫ്. ഇത് ആദ്യം അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഏതില്ല എന്നൊക്കെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലിപ്പം ടി നമുക്കറിയാം 9.81, എച്ച് 2 മീറ്റർ അറിയാം. അപ്പൊ ഇതിൽ നമുക്ക് ടി കിട്ടും. ആ ടി എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 കിട്ടാം. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. എ പ്രഷർ ടാങ്ക് issues water at with a horizontal velocity u as shown in the figure. ഒരു ടാങ്കിനകത്ത് വെള്ളമുണ്ട്. അപ്പൊ അവിടുന്ന് ഈ എ പോയിന്റിൽ നിന്ന് അവിടുന്ന് എന്തൊരു കിരുത്തയോ എല്ലാം കാണും. ആ ഹോളിൽ കൂടെ വെള്ളം താഴേക്ക് വരുന്നുണ്ട് ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ യുവിൽ. വാട്ട് റേഞ്ച് ഓഫ് വാല്യൂ വാട്ടർ വിൽ എൻ്റർ ദി ഓപ്പണിംഗ് ബി സി. ഇവിടെ ഒരു ഓപ്പണിംഗ് ഇങ്ങനെ ഉണ്ട്, എന്തോ ഒരു ഓപ്പണിംഗ് ഇപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു മതിലാന്ന് വിചാരിക്കാം. മതിലിന്റെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, ഒരു 1.5 മീറ്റർ ഗ്യാപ്പിൽ. നെക്സ്റ്റ് സൂം ചെയ്യാം. ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഈ ഓപ്പണിങ്ങിനകത്തോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഈ യുവിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ 3 മീറ്റർ തന്നിട്ടുണ്ട്. ഈ 3 എന്താ പറ? ഈ 3 മീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഗീവൻ ഡേറ്റയ്ക്കകത്ത്? മീറ്റർ എന്താണ് ഇതിന്റെ റേഞ്ച്? ഓക്കെ, 3 മീറ്റർ എന്ന് പറയുന്നതാണ് ഇതിന്റെ റേഞ്ച്. റേഞ്ച് റേഞ്ച് 6 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എഴുതി വെച്ചേക്കാം. ടു ഫൈൻഡ്, നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? യു ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ 1 സെക്കൻഡ്, ഒരു മിനിറ്റ്. എന്തായിരുന്നു? നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്. ഏത് ബ്രാഞ്ച്? അല്ല, ഇത് സിവില്. ഹലോ, നമുക്ക് വീണ്ടും വരാം. അപ്പൊ നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയിട്ടില്ലല്ലോ? കേൾക്കുന്നുണ്ടല്ലോ വോയിസ്? ഓക്കെ. അപ്പൊ നമ്മൾ റേഞ്ച് പറഞ്ഞു, നമുക്കിനി യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് 1.5 ആണ്. അപ്പൊ ഇവിടെ പിന്നെ ഒരു 1 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എച്ച് ആണ് അല്ലെ? ശരിക്കും ഇത് നമ്മുടെ എച്ച് ആണ്. 1 മീറ്റർ ഈ 1.5. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. നമുക്കൊരു റേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എച്ച് നമ്മൾ ഈ എച്ച് ഈക്വൽ ടു 1 മീറ്റർ എന്നുള്ള കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വാട്ടർ ഈ ബി പോയിന്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിലുള്ള വെലോസിറ്റി കിട്ടും. സപ്പോസ് ഞാൻ എച്ച് ഇത്രയും എടുക്കുകയാണെങ്കിൽ സി വരെ ഉള്ളത്, ദാറ്റ് ഈസ് 1 + 1.5, വിച്ച് മീൻസ് 2.5 മീറ്റർ ഞാൻ എച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എയിന്ന് സിയിലോട്ടുള്ള വാട്ടറിന്റെ യു കിട്ടും. അപ്പൊ ഈ രണ്ട് വെലോസിറ്റി റേഞ്ചിനുള്ളിൽ ഉള്ള വെലോസിറ്റി എല്ലാം എന്തിൽ കൂടെ പോകും? ഈ ഇതിനകത്തൂടെ പോകും. ക്ലിയർ അല്ലേ? ഹലോ ഹലോ
ക്ലിയർ ആണ് സർ. ആ ഇതിലിപ്പോ അമല് മാത്രം റെസ്പോണ്ട് ചെയ്യാറുള്ളൂ, ബാക്കി ആരും ശ്രദ്ധിക്കാറില്ലേ? നിങ്ങളെ പോകുന്നോ പോകത്തില്ലെന്നോ എന്തെങ്കിലും പറയണ്ടേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളവരും കൂടെ ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉടനെ വരുമോ വരത്തില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിനകത്തോട്ട് മൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ അപ്പൊ ഒരു കാര്യം ചെയ്യണം, നമ്മൾ H1 ആയിട്ട് 1 മീറ്റർ എടുക്കണം, 1 മീറ്റർ എടുക്കണം. H2 ആയിട്ട് എന്തെടുക്കണം? 2.5 മീറ്റർ എടുക്കണം. എന്നിട്ട് നമ്മൾ U1 കണ്ടുപിടിക്കണം, U2 കണ്ടുപിടിക്കണം. നമുക്കുള്ള ഇക്വേഷൻ R is equal to UT, then H is equal to half GT square. ഇവിടെ U1 U2 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൂടെ വേണം? T1 കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്തേ. ഇപ്പൊ ഫസ്റ്റ് കേസ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് H1 equal to 1 meter and R equal to 3 meter. ഈ കേസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം H1 equal to half T1 square എന്ന് വരും. So 1 equal to half into 9.81 into T1 square. ഇതിൽ നമുക്ക് T1 കിട്ടും. ആ T1 ഇപ്പോഴും ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന 0.415 seconds എന്നാണ്. ഇത് തന്നെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്തേ. ചെക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി T1 എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R is equal to U1 T1 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. R നമുക്കറിയാം 3 മീറ്റർ, U1 into 0.4515. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് U1 കിട്ടും. ഇതേപോലെ തന്നെ H1 നമുക്ക് 2.5 കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് U2 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 2 വാല്യൂസ് കിട്ടും. അപ്പൊ ആ 2 വാല്യൂസിന് ആ റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഓപ്പണിങ്ങിൽ കൂടെ വാട്ടർ പോകും. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ബാക്കി പ്രോബ്ലം ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിലൊരു ചെറിയൊരു അഡീഷനും കൂടെ ഉണ്ട്. റോക്കറ്റ് ഈസ് റിലീസ് ഫ്രം എ ഫൈറ്റർ. ഒരു ജെറ്റ് ഫൈറ്ററിൽ നിന്ന് റോക്കറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ഹൊറിസോണ്ടലി അറ്റ് 1200 km/h. സോ യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1200 kph ആണ്. At an altitude of 3000 above its target. സോ നമുക്ക് H എന്നുള്ളത് 3000 മീറ്റർ തന്നിട്ടുണ്ട്. The rocket thrust gives it a constant horizontal acceleration of 6 meter/second. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന യൂണിഫോം മോഷൻ ആയിരുന്നു. ഇവിടെ എന്തുകൂടെ വന്നിട്ടുണ്ട്? ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റില് ഒരു ആക്സിലറേഷനും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, ഇത് ഹൊറിസോണ്ടൽ മൂവ്മെന്റിലെ കാര്യമാണ്, വെർട്ടിക്കലിലെ അല്ല. ഹൊറിസോണ്ടലി മുമ്പേ പോയതെല്ലാം യൂണിഫോം വെലോസിറ്റി ആണ്. അതുകൊണ്ടാണ് നമുക്ക് റേഞ്ച് ഈസ് ഈക്വൽ ടു U into T എന്ന് എഴുതാൻ പറ്റിയത്. ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല, റേഞ്ച് വ്യത്യാസമുണ്ട്. കാരണം എന്താ? ഹൊറിസോണ്ടലി ഒരു ആക്സിലറേഷൻ കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് 6 meter/second². പിന്നെ അറ്റ് വാട്ട് ആംഗിൾ ബിലോ ദി ഹൊറിസോണ്ടൽ ഷുഡ് പ്ലെയിൻ സീ ദി ടാർഗറ്റ് at the instant of releasing the rocket in order to score a hit. അപ്പൊ ഇയാൾ ഇങ്ങനെ സ്പീഡിൽ പോവാണ്. അപ്പൊ പുള്ളി ഈ സ്പീഡിൽ പോകുന്നു, ആക്സിലറേറ്റും ചെയ്യുന്നു, പുള്ളി ഒരു ബോംബ് ഇടുന്നു. അപ്പൊ ഈ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ഡിഗ്രിയാണ് ഇതിന്റെ ഈ ഇൻക്ലിനേഷൻ, ഇത്രയും കൂടെ കിട്ടണം. അത്രേ ഉള്ളൂ. ഡിഗ്രി കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടുത്തേത് ഇവിടെ തന്നെ വരും.
ഇനി റേഞ്ചും ആയിരിക്കും. അപ്പം എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ടാൻ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം. ബാങ്ക് വിളിക്കുന്നത് കഴിഞ്ഞോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ആകെ ഒരു വ്യത്യാസം ഒരു ആക്സിലറേഷന്റെ കമ്പോണന്റും കൂടെ വരുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇവിടുത്തെ വെർട്ടിക്കൽ ഡയറക്ഷന്റെ. വെർട്ടിക്കൽ ഡയറക്ഷൻ പ്രത്യേകിച്ച് ആക്സിലറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷന്റെ ഹൊറിസോണ്ടലി ആണ് ഇവിടെ എന്ത് പോകുന്നത്, വെലോസിറ്റിയും ആക്സിലറേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെ ആ സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. h is equal to half gt square എന്നുള്ള ഇക്വേഷൻ ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. h നമുക്കറിയാം, ഇപ്പം 3000 എബോവിലാണ് ഈ ഫൈറ്റർ പോകുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടി കിട്ടും. ഇവിടെ ഉള്ള ആക്സിലറേഷൻ ഗ്രാവിറ്റി മാത്രമാണ്. അപ്പൊ ആ കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. വെർട്ടിക്കലി ഗ്രാവിറ്റി മാത്രമേ ആക്സിലറേഷൻ പോകുന്നുള്ളൂ. അതേസമയം ഹൊറിസോണ്ടലി ആണ് ഇവിടെ എന്ത് വരുന്നത്, ഈ 6 വരുന്നത്. ഇനിയിപ്പോ നമുക്ക് റേഞ്ച് ഞാൻ പറഞ്ഞു, നമുക്ക് റേഞ്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം എന്നുള്ള ആ കൺസെപ്റ്റിൽ നമുക്ക് കിട്ടില്ല. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് കിട്ടില്ല. കാരണം അത് യൂണിഫോമിൽ മാത്രമേ കിട്ടൂ. ഇവിടെ ഇപ്പൊ യൂണിഫോം ആയിട്ട് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഇക്വേഷൻ യൂസ് ചെയ്യണം, ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ഇവിടുത്തെ എസ് എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ റേഞ്ച്. അപ്പം ഈക്വൽ ടു യു നമുക്ക് തന്നിട്ടുണ്ട് എത്ര, അതിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പൊ 5/18 ഇൻറ്റു ടി നമുക്ക് ഇവിടുന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആ ടി ഇവിടെ കൊടുക്കണം. പിന്നെ പ്ലസ് ഹാഫ് ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് വരും, 6 വരും. എ ഇൻറ്റു
ടി സ്ക്വയർ അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് റേഞ്ച് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ തീറ്റ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ആ ട്രയാങ്കിൾ സോൾവ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ. ഓക്കെ സാർ. ഇനിയിപ്പോ അമല തന്നെ റെസ്പോണ്ട് ചെയ്തോ കേട്ടോ, അതായിരിക്കും നല്ല. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ആണ് ലെവൽ ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത് ഹൊറിസോണ്ടൽ ആയിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ വിടുന്നായിരുന്നു, ഇവിടുന്നായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇനിയും പോകുന്നത് നിങ്ങൾ നമ്മുടെ സാധാ കൺവെൻഷണൽ ടൈപ്പ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ആണ് ലെവൽ ഗ്രൗണ്ട്, അത് ഓർക്കണം. ഇത് ലെവലാണ്. ഇനി നമ്മൾ ലെവൽ അല്ലാത്ത ഗ്രൗണ്ടും പറയുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ ഗ്രൗണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഈ ഫുള്ളെന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ റേഞ്ച്, ഈ മാക്സിമം ഹൈറ്റ് ആയിരിക്കും. ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അതിങ്ങനെ പോയി സി ആകുമ്പോൾ 0 ആവും, എന്നിട്ട് താഴേക്ക് വരും. അത്രേ ഉള്ളൂ. അതേപോലെ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് അവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റിംഗ് ആണ്, വെർട്ടിക്കൽ കമ്പോണന്റിംഗ് ആണ്. അതാണ് ഈ എക്സും വൈ എന്നും കൊടുത്തിരിക്കുന്നത്. ഈ കോർഡിനേറ്റ് പോലെ തന്നെ എക്സ് വൈ കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ എക്സ് വൈ കോർഡിനേറ്റ് ഏതെടുത്താലും ഇപ്പൊ പി എന്നുള്ളിടത്ത് ഒരു എക്സ് വൈ കോർഡിനേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. അത്ര ഓർക്കാം. പിന്നെ ഇവിടെ നമ്മുടെ വെലോസിറ്റി എടുക്കുമ്പോൾ യു പോകുന്നത് ഇങ്ങനെ സൗണ്ട് ബ്രേക്ക് ആയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടോ? അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടാണ് യു പോകുന്നത്. അപ്പൊ ഇവിടെ ആൽഫ ആണെങ്കിൽ പഴയ പോലെ തന്നെ നമ്മുടെ റിസോൾവ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ കിട്ടും, യു കോസ് ആൽഫ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ ആൽഫ ആയിരിക്കും. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ ഇവിടെ കാര്യമായിട്ട്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്നും വരുന്നില്ല. ഈ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ മാത്രം ഒരു ഇതുണ്ട്. ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇവിടെ ഓർത്തിരിക്കേണ്ടത് വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ ഇതാണ് വെർട്ടിക്കൽ മോഷന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ ആൽഫയാണ്. അത് അപ്വേർഡ് ആയിട്ടായിരിക്കും. അതുപോലെ വെർട്ടിക്കൽ മോഷന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആയിരിക്കും. കാരണം ഇത് മുകളിലേക്കാണ് പോകുന്നത് ഇവിടെ. അത് ഓർക്കണം. അപ്പൊ -g ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സി എന്ന് പറയുന്ന പോയിന്റ് ആകുമ്പോഴത്തേക്ക് 0 ആകും. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിച്ചു നോക്കണം. അതേപോലെ തന്നെ ഇനി അടുത്തത് ഹൊറിസോണ്ടൽ മോഷൻ. ഹൊറിസോണ്ടൽ മോഷന്റെ കേസിൽ ഇതാണ് അതിന്റെ വെലോസിറ്റി കമ്പോണന്റ് യു കോസ് ആൽഫ. അത് വന്നത് ഇത് തന്നെ, ഇതാണ് യു കമ്പോണന്റ്. അതിന്റെ ഇത്ര ആൽഫ ഡിഗ്രി മാറിയാണ്. അപ്പൊ ഈ കമ്പോണന്റ് കോസും വരും, ഇത് സൈനും വരും. നമ്മൾ പണ്ട് റിസോൾവ് ചെയ്ത കാര്യം. പിന്നെ ഇവിടെ നമ്മൾ എയറിന്റെ പ്രഷർ ഒന്നും നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ നെഗ്ലക്ട് ചെയ്യും കേട്ടോ. അതുകൂടെ ഒക്കെ വന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. നമ്മളിപ്പോ എയറിന്റെ പ്രഷർ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ യു കോസ് ആൽഫയിലായിരിക്കും എ ടു ബിയിലെ ഇതിന്റെ എന്ത് ഹൊറിസോണ്ടൽ മോഷൻ എന്നുള്ള ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് ആൽഫ ആയിരിക്കും. അത് ഓർത്തിരിക്കാം. നമുക്കിന്റെ ഒരു ഈ ട്രജക്ടറിയുടെ ഒരു ഇക്വേഷൻസ് നോക്കാം. വെർട്ടിക്കൽ മോഷൻ എടുക്കാം. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ പി പോയിന്റിന്റെ എടുക്കാൻ പോവാണ്. ഈ പി പോയിന്റിന്റെ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമ്പോൾ ഇത്ര. ഇതിന്റെ കോർഡിനേറ്റ് കണ്ടിട്ടുണ്ട് XY. സോ ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? Y ആയിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് Y ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് Yയും ഈ ഡിസ്റ്റൻസ് X ആയിരിക്കും. അങ്ങനെയാണല്ലോ XY കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു. H = ut + ½ AT² കൊടുക്കും. ഈ ഇക്വേഷൻ കൊടുക്കും. S എന്ന് പറയുന്നത് എന്താ? Y ആണ്. യു എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെർട്ടിക്കൽ ആണ് എടുക്കുന്നത് കേട്ടോ. വെർട്ടിക്കൽ മോഷൻ ആണ്. അപ്പൊ യു എന്താണ്? യു സൈൻ ആൽഫ.
യു സൈൻ ആൽഫ. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇക്വേഷൻ പഠിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഇക്വേഷനിൽ ഒരു ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെറിവേറ്റീവ് എടുത്ത് ഡെറിവേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് ഹാഫ് ഇൻറ്റു എ മുകളിലേക്ക് മോഷൻ ആയതുകൊണ്ട് തന്നെ മൈനസ് ടി ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. y ഈക്വൽ ടു ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് എക്സിന് ഒരു ഇക്വേഷൻ കിട്ടും. എക്സിന്റെ ഇക്വേഷൻ, എക്സിന്റെ ഇക്വേഷനിൽ എന്ത് മതി? അവിടെ ഈ കേസിൽ ആക്സിലറേഷൻ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് മതി? വെലോസിറ്റി ഇൻറ്റു ടി എടുത്താൽ മതി. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യു കോസ് ആൽഫ ആണ്. യു കോസ് ആൽഫ ഇൻറ്റു ടി. എക്സും വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ വൈ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത്രയേ ഉള്ളൂ. വൈ ഈക്വൽ ടു യു പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ചെയ്യായിരുന്നു. അല്ലെ, എസ് ഈക്വൽ ടു, ഇപ്പൊ എസിന് പകരം ഇവിടെ വൈ ആയി. യു എന്ന് പറയുന്നത് ഇവിടെ യു സൈൻ ആൽഫ ടി ആവും പ്ലസ് ഹാഫ് ഇൻറ്റു ജി നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ടി സ്ക്വയർ. ഇത്രയും വരും. പിന്നെ നമുക്ക് ഇവിടെ എക്സിനും കിട്ടിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി. ഇനി ഈ ടിക്ക് അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് ആൽഫ എന്ന് എഴുതാമല്ലോ. എന്നിട്ട് ഈ ടി ഉണ്ടല്ലോ, വൈഡ് ഇക്വേഷനിലെ ടിയിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു എക്സ് ആൽഫ മൈനസ് ഹാഫ്. ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കാൻ പറ്റാത്തൊരു ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ. യു ഇവിടുന്ന് ടി വൈഡ് ഇക്വേഷനിലെ ടിക്കകത്തോട്ട് എക്സിന്റെ ഇക്വേഷൻ ഇട്ടു കൊടുത്തു. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ സാർ. യെസ് സാർ. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എത്ര അതും വേണം നമുക്ക്. മാക്സിമം ഹൈറ്റ് അതിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. h is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, ഓർത്തിരിക്കണം. ഇത് പഠിക്കണം. ഇനി ഇത് മറന്നു പോയാൽ ചെയ്യാനുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ മോഷൻ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യാം. മാക്സിമം ഹൈറ്റ്, മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ഞാൻ നമ്മൾ യുവിൽ വിട്ടു, പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായി? 0 ആകും. വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ യുവിന്റെ കമ്പോണന്റ് യു സൈൻ ആൽഫ ആണ്. അപ്പൊ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ ആൽഫ ആയിരിക്കും. സിയിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. പിന്നെ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എന്താണ്? ആക്സിലറേഷൻ ജി ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അതില് വി 0, യുവിന് ഇതും കൊടുക്കുക. എ എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ മൈനസ് ജി ആണ്. പിന്നെ എസ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് എച്ച് എന്ന് കിട്ടുന്നത്, മാക്സിമം ഹൈറ്റ്. അത് അങ്ങനെയാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കണം. ഇത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാലും ചെയ്യാം. അപ്പൊ 2 ഇക്വേഷനായി ഇതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ടൈം റിക്വയർഡ് ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ്. അതും നമ്മുടെ സാധാ ഈക്വൽ ടു യു പ്ലസ് 18 നിങ്ങൾക്ക് കിട്ടും. അത് പറ്റാത്തവര് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം. ടി ഈക്വൽ ടു, അപ്പൊ ഒരു കാര്യം ഓർത്തണം, ഈ ടി എന്ന് പറയുന്നത് ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് ആണ്, അല്ലാതെ ഫുൾ ഫ്ലൈറ്റിന്റെ ഹൈറ്റ് അല്ല. ഈ ഫുൾ ടി അല്ല, ഇവിടുന്ന് എന്ന് സി വരെ എത്താനുള്ള ഹൈറ്റ് ആണ്. ആ ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു 2 ഇട്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. ഇതാണ് 4ാമത്തെ ഇക്വേഷൻ. ഇതിപ്പോ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടം വരെ വന്നു. അത്രയും ടൈം തന്നെ ആയിരിക്കും എന്ത്? ഇവിടുന്ന് ഇവിടം വരെ എത്താൻ, സി ടു ബി. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ഒരു 2 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം നമ്മുടെ സാധാ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഫുൾ ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി.
ഇനി നമുക്കൊരു സാധനം കൂടെ വേണം, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയും സാധനമാണ് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഹൊറിസോണ്ടലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ യു കോസ് ആൽഫ ഇൻറ്റു ടി മതി, ഈ ടോട്ടൽ ടി മതി. അപ്പൊ ഞാൻ ഒന്ന് എഴുതാം, അതൊക്കെ അതെന്തെങ്കിലും ഡൗട്ട് വല്ലതും വരുവാണെങ്കിൽ ആർ ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി. ഈ ടി എന്ന് പറയുന്ന ടോട്ടൽ ടൈം ആണ്, ടോട്ടൽ ടൈം ആണ്, വലിയ ടൈം. അപ്പൊ യു കോസ് ആൽഫ ഇൻറ്റു 2u സൈൻ ആൽഫ ബൈ ജി എന്ന് വരും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഒരു ഇക്വേഷൻ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി. ഈ സൈൻ 2 ആൽഫ വന്നത് ഇത് കണ്ടോ, ഇവിടെ 2 സൈൻ ആൽഫ കോസ് ആൽഫ ഉണ്ട്, അത് വന്നു എന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ ഓക്കെ സാർ. ഇനി മാക്സിമം റേഞ്ചിന് ഏത് ആംഗിൾ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പരബോളയാണ്, ഏത് ആംഗിൾ ആയിരിക്കും മാക്സിമം റേഞ്ച് കിട്ടുന്നത്? 45 ഡിഗ്രി. അത് വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ നോക്കാം, മാക്സിമം റേഞ്ച് കിട്ടാൻ യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി, വിച്ച് മീൻസ് യുവും ജി ഒക്കെ കോൺസ്റ്റന്റ്. ഇതിൽ പിന്നെ മാറാവുന്നത് ഈ ഇതാണ് അല്ലെ. അപ്പം ഇത് ഈക്വൽ ടു 1 ആയി, ഇത് 1 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരിക. വിച്ച് മീൻസ് എന്താണ്, 2 ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രീസ് ആയിരിക്കണം. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 90/2 ഈക്വൽ ടു 45 ഡിഗ്രി. നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ ഈ ടേം, ഈ സൈൻ 2 ആൽഫ എന്നുള്ള ടേം 1 ആയിരിക്കണം. ആ 1 ആകണമെങ്കിൽ എന്തായിരിക്കും, അപ്പൊ 1-നാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1 ചെയ്യുമ്പോൾ എന്തായിരിക്കും, 90 ഡിഗ്രി കിട്ടും. സോ 2 ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി, അങ്ങനെ നമുക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടെ നോക്കുക. നമ്മുടെ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ആംഗിളില് ഈ 45 ഡിഗ്രിക്ക് ഒരു പെർട്ടിക്കുലർ ആംഗിളില് ഇത് 45 ഡിഗ്രി ഇവിടം വരെ ഉണ്ട് കേട്ടോ, ഇവിടം വരെ ഉണ്ട് 45 ഡിഗ്രി. ഈ മാക്സിമം കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ 45 ഡിഗ്രി വരുന്നത്. അല്ലാതെ അതിന് താഴെ മുകളിലുമായിട്ട് നമ്മൾ ഒരു തീറ്റ, സപ്പോസ് തീറ്റ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ, വിച്ച് മീൻസ് 35 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കും 45 മൈനസ് തീറ്റ 45 പ്ലസ് തീറ്റ, ആ 2 ഡിഗ്രിക്കും 35 ഡിഗ്രിക്കും ഒക്കെ എന്തായിരിക്കും, സെയിം എലിവേഷൻ ആയിരിക്കും, സെയിം റേഞ്ച് ആയിരിക്കും. ഇത് കണ്ട 55 റേഞ്ച് ഞാൻ വിട്ടാലും അത് എത്ര, ഇവിടം വരെ വരത്തുള്ളൂ. 35 വിട്ടാലും അത് ഇവിടെ വരത്തുള്ളൂ. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അതും കിട്ടുന്നത് ഇതേ സെയിം ഇക്വേഷനിലാണ്. റേഞ്ച് ഇതാണ്. അപ്പൊ അതിനെ നമ്മളൊന്ന് ഇതായിട്ട് എഴുതി. അപ്പം ഇതൊന്ന് എഴുതിയിട്ട് ഇങ്ങനെ വെച്ചു, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 2 ആൽഫ ഈക്വൽ ടു ജി ആർ ബൈ യു സ്ക്വയർ എന്നൊക്കെ എഴുതി. ഇനി നമുക്ക് ട്രിഗ്നോമെട്രി വെച്ചിട്ട് ഇങ്ങനെ എഴുതാമല്ലോ, സൈൻ 2 ആൽഫ ഈക്വൽ ടു സൈൻ 180 മൈനസ് 2 ആൽഫ എന്ന് എഴുതാം. അപ്പൊ അതിൽ നിന്ന് തന്നെ അപ്പൊ ഈ ഒരു കേസ് എടുത്തു, ആ കേസിൽ നിന്നും പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ആക്കി. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും, ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഇത്, അതൊന്നും ചോദിക്കാറൊന്നുമില്ല, നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിന്റെ ഡെറിവേഷൻ, ഈ കാര്യത്തിൽ ഡെറിവേഷൻ ചോദിക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. A projectile is aimed at a target on a horizontal plane and falls 12 meters short when the angle of projection is 15 degree, while it overshoots by 24 meters when the angle is 45 degree.
ഫൈൻഡ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ടു ഹിറ്റ് ദി ടാർഗറ്റ്. നമ്മൾ ഇവിടുന്ന് എന്തോ ബോംബോ കാര്യങ്ങളോ എന്തോ ടാർഗറ്റിലേക്ക് വിടുന്നുണ്ട്. ഇവര് 15 ഡിഗ്രി വെച്ചപ്പം നമ്മുടെ ടാർഗറ്റ് എവിടാണോ അതിന്റെ 12 മീറ്റർ ഷോർട്ട് ആയിട്ടാണ് വന്ന് വീണത്. 45 ഡിഗ്രി വെക്കുമ്പോഴത്തേക്ക് 24 മീറ്റർ ഓവർഷൂട്ടും ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ടാർഗറ്റിൽ എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രിയിൽ പ്രൊജക്ഷൻ വെച്ചാൽ നമുക്ക് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഗീവൻ ഡേറ്റ ആയിട്ട് തന്നിരിക്കുന്ന ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ആൽഫ തന്നിട്ടുണ്ട് 15 ഡിഗ്രി, ഒരു ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ 1 നമുക്ക് 15 കൊടുക്കാം. അതിൽ ആൽഫ 2 തന്നിട്ടുണ്ട് 45 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ ആൽഫ എത്രയിലാണ് ഹിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒറിജിനൽ റേഞ്ചിനെ നമുക്ക് എസ് എന്ന് കൊടുക്കാം. ഒറിജിനൽ റേഞ്ചിനെ നമുക്ക് എസ് എന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു റേഞ്ച് കിട്ടുന്നുണ്ട് 15 ഡിഗ്രി വെച്ചിട്ടുള്ള, അതിന് നമുക്ക് S1 എന്ന് കൊടുക്കാം. അതെത്ര? ഈ ഒറിജിനൽ S -12 ആ കിട്ടുന്നത്. ഇനി അടുത്ത റേഞ്ച് അതിനെ നമുക്ക് S2 എന്ന് വിളിക്കാം. അത് നമുക്ക് കിട്ടുന്ന ഓവർഷൂട്ട് ചെയ്യാണ് +24 മീറ്റർ ആണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം റേഞ്ചിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതി വെക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ റേഞ്ചിന്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കണം കേട്ടോ, കാണാതെ. U² sin 2α/g ഇതാണ് ഇക്വേഷൻ. ഇത് എന്ത് ചെയ്യാം, ഫസ്റ്റ് കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ 15 ഡിഗ്രിയുടെ ഈ കേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ S - 12 = U². ബാക്കിയൊക്കെ സെയിം ആണ്, U G ഒക്കെ സെയിം ആയിട്ട് വരും. ഇത് മാത്രമേ ഉള്ളൂ, ആംഗിൾ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. × 2 × 15 / G. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു ഇക്വേഷൻ നോക്കാം. ഇത് ഒന്നുകൂടെ കിട്ടി. ഇതിപ്പോ sin 30 വരുമല്ലോ. sin 30 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. U² 1/2 × U²/G നമുക്ക് കിട്ടും. ഇത് ഞാൻ എഴുതി തന്നെ ഉള്ളു കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസ് S + 24 = U² × sin 2 × 45 / G. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇത് 2 × 45 എന്ന് പറയുമ്പോൾ 90, sin 90 1 ആണ്. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. S + 24 = U²/G കിട്ടി. ഇനിയിപ്പോ സാധാ മാത്സ് അല്ലേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഈ U + G എന്ന് പറയുന്നതുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, പിടികിട്ടിയാ? ക്ലിയർ ആയോ? യെസ് സർ. അങ്ങനെ S നിങ്ങൾക്ക് 48 മീറ്റർ കിട്ടും. ഇനി ആ 48 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് റേഞ്ച് = U²/G sin 2α. ഇതാണ് ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് 48 ആണ് റേഞ്ച് കിട്ടിയത്. അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യണം. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. The horizontal component of the velocity of a projectile is twice its initial vertical component. Find the range of the horizontal plane if the projectile passes through a point 18 meter horizontally and 3 meter vertically above the point of projection. അപ്പൊ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. ഇങ്ങനൊരു പ്രൊജക്ടൈൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് തന്നിട്ടുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇത് U ആണ് നമ്മൾ സാധാ എടുക്കുന്നത്. അപ്പം അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമുക്ക് അങ്ങ് എഴുതി വെച്ചേക്കാം.
ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഇത് ആൽഫ ആണെങ്കിൽ ഇത് യു കോസ് ആൽഫ ആയിരിക്കും, ഇത് യു സൈൻ ആൽഫ ആയിരിക്കും. പിന്നെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് മറ്റേ വെർട്ടിക്കൽ കമ്പോണന്റ് ഇരട്ടിയുണ്ട്. സോ ഇത് ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിന്റെ 2 ടൈംസ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ എഴുതാം നമുക്ക്. യു കോസ് ആൽഫ ഇസിക്കൽ ടു 2 സൈൻ ആൽഫ ഈ കേസിൽ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഇരുന്നാണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് പറഞ്ഞിരിക്കുന്നത് find the range of the horizontal plane if the projectile passes through a point of ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു കോർഡിനേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടലി 18 മീറ്ററും, സപ്പോസ് ഇവിടെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് ഞാൻ, ഹൊറിസോണ്ടലി 18 മീറ്ററും വെർട്ടിക്കലി 3 മീറ്ററും, 18-3 ഈ പോയിന്റിന് പി എന്ന് വല്ലതും പേര് കൊടുക്കാം. ഇങ്ങനൊരു പൊസിഷനിൽ കൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാക്സിമം റേഞ്ച് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ജോലി. നമുക്കിപ്പോ ഇക്വേഷൻ ഓഫ് ട്രajectory ആണ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചത്. മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, വൈക്കും യുവിനും നമുക്കൊരു ഇക്വേഷൻ ഒക്കെ എഴുതാമെന്ന്. അങ്ങനെ നമുക്ക് വൈക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നു. ഞാൻ ഒന്നുകൂടെ വേണേൽ പറയാം. ഇങ്ങനെ നമ്മൾ y ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഒക്കെ ആ ഇക്വേഷനകത്ത് ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? വെർട്ടിക്കലിന്റെ കമ്പോണന്റ് ഇട്ട് കൊടുക്കും. വെർട്ടിക്കലിന്റെ കമ്പോണന്റിൽ ആണ് y എന്ന് വരുന്നത്. y ഈക്വൽ ടു യു എന്ന് പറയുന്നത് എന്താണ്? ഇത് വരും യു സൈൻ ആൽഫ ടി പ്ലസ് ഇവിടെ മൈനസ് വരും. വെർട്ടിക്കൽ ആകുമ്പോൾ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ജിയുടെ മൈനസ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് ഈക്വൽ ടു യു കോസ് ആൽഫ ടി. എന്നിട്ട് എന്ത് ഈ ടിക്ക് എന്ത് എടുക്കും ഞാൻ? എക്സ് ബൈ യു കോസ് ആൽഫ എന്ന് എഴുതിയിട്ട് ഈ ഉണ്ടല്ലോ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത് കേട്ടോ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാൻ പാടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഈ എക്സിനും വൈക്കും ഉള്ള ടേംസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് യു കിട്ടും. ഓക്കെ, യു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി. അപ്പൊ നമ്മൾക്ക് യു അറിയില്ലായിരുന്നു. യു കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ പ്രൊജക്ടൈൽ പോകുന്നത് ഈ പോയിന്റിൽ കൂടാണ്, ഈ പി പോയിന്റിൽ കൂടാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എത്ര? ഓക്കെ, ക്ലിയർ ആയോ? പറയണോ ആർക്കെങ്കിലും ഒന്നുകൂടെ ഈ പ്രോബ്ലം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? നോ സർ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതിപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. ഇതൊന്നുകൂടെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ കിട്ടും. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇതൊരു നല്ല പ്രോബ്ലം. And the least initial velocity with which a projectile is to be projected so that it clears a wall 4 meter high located at a distance of 5 meter and strikes the ground at a distance of 5 meter beyond the wall as shown in the figure. The point of projection is at the same level of the foot of the wall. ഇങ്ങനെ തന്നിരിക്കും. നമുക്കിപ്പോ ഈ ഫിഗർ തരില്ല. അപ്പൊ ഇത് ഓർത്താണ്, നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാം എന്താണ്? സെയിം ലെവലിലെ പ്രൊജക്ഷൻ ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ഹയർ ലെവലിൽ നിന്ന് താഴേക്കുള്ള ഹൊറിസോണ്ടൽ ആയിട്ട് വിടുന്നത്. ഇപ്പൊ സെയിം ലെവലിലെ പ്രൊജക്ഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് അത് ക്ലാരിറ്റി ചെയ്തോണം. ഫിഗർ തന്നിട്ടില്ല, നിങ്ങൾ തന്നെ ഫിഗർ വരയ്ക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞിട്ട് ഒരു മതിലുണ്ട്. ആ മതിലിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു 4 മീറ്റർ ഹൈറ്റ് ആയിട്ടുള്ള ഒരു മതിലാണ്. ആ മതില് 5 മീറ്റർ നമ്മൾ വിടുന്ന പ്രൊജക്ഷനിൽ നിന്നുണ്ട്. പിന്നെ അത് ഇതിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് പിന്നെ ഒരു 4 മീറ്റർ പോയിട്ടാണ് ഗ്രൗണ്ടില്, ബിയോണ്ട് ഗ്രൗണ്ടിൽ അത് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഫിഗർ ചിലപ്പോ തന്നിട്ടുണ്ടാവും, ചിലപ്പോ തന്നിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതാം അല്ലെ. ഇവിടുത്തെ റേഞ്ച് നമുക്ക് കിട്ടി. റേഞ്ച് എന്ന് പറയുന്നത് എത്ര? 9 മീറ്റർ ആണ് കിട്ടി. 5 + 4 ഇത്രയാണ് ഇതിന്റെ റേഞ്ച് കിട്ടി.
പിന്നെ ഈ 4 മീറ്ററിന്റെ മാക്സിമം ഹൈറ്റ് ആണോ? അല്ല, അല്ലേ? അതൊരു പോയിന്റ് ആണ്. ഇത്രയോ? അതിന്റെ മാക്സിമം ഹൈറ്റ് അല്ല. അപ്പൊ അത് ശരിക്കും തന്നിരിക്കുന്നത് എന്താ? ഇവിടെ ഒരു പോയിന്റ് പി ആ തന്നിരിക്കുന്നത്. നമുക്ക് മുമ്പേ തന്നിരുന്നു, ഡയറക്റ്റ് തന്നിരുന്നു അതിന്റെ എക്സും വൈയും ഒക്കെ. പക്ഷെ ഇവിടെ എക്സും വൈ ഇൻഡയറക്റ്റ് തന്നിരുന്നു. ഇവിടുത്തെ എക്സും വൈ എന്താ? 5ഉം 4ഉം അല്ലേ? ഹൊറിസോണ്ടലി 5ഉം വരുന്നുണ്ട്, വെർട്ടിക്കലി 4ഉം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കണം? മറ്റേ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയുടെ ഈ ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റേ പോലെ ചെയ്താൽ മതി. ഇതും കാണാൻ പഠിച്ചോ? അതാണ് ഏറ്റവും നല്ലത്. ഈ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയിൽ ഇത് ഇട്ട് കൊടുക്കുക. 5ഉം 4ഉം ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടാനുള്ള വാല്യൂസ് ഒക്കെ കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് 6ഉം തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. ഇത്ര രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ബാക്കിയുള്ളവർ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ, എന്താ ശബ്ദം റിപ്പീറ്റ് ചെയ്യുന്നു. ആരുടെയും മ്യൂട്ട് അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഹലോ, കണ്ടിന്യൂ ചെയ്യട്ടെ? നിങ്ങക്ക് കേൾക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കേൾക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലത്തിൽ നമുക്ക് യു കണ്ടുപിടിക്കണം. യു അറിയില്ല. നമുക്ക് തന്നിട്ടുള്ള റേഞ്ച് തന്നിട്ടുണ്ട്, പിന്നെ ഒരു XY കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഇത്രയും. അപ്പൊ നമുക്ക് XY കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് യൂസ് ചെയ്യാം? ഇക്വേഷൻസ് ഓഫ് ട്രജക്ടറി യൂസ് ചെയ്യാം. അതാണ് y ഈക്വൽ ടു x tan ആൽഫ മൈനസ് ഹാഫ് g x സ്ക്വയർ ബൈ u സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഇതിൽ കുറെ എണ്ണം ചെയ്യേണ്ടത്, ഇത് മറന്നു പോകാതിരിക്കാനാണ് കണ്ടുപിടിക്കുന്ന മെത്തേഡും കൂടെ പറഞ്ഞു കേട്ടോ. ഇത് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉള്ളു. ആറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. R ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ബൈ ഈ 2. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? യു കണ്ടുപിടിക്കാൻ. ഇപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ R തന്നിട്ടുണ്ട്, G നമുക്കറിയാം, ആൽഫ നമുക്ക് അറിയത്തില്ല. ആൽഫ ഇതിൽ അറിയില്ല, യു അറിയില്ല. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടില്ല. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത ഇക്വേഷൻ നമുക്ക് എക്സ് അറിയാം, വൈയും അറിയാം. അപ്പൊ ജിയും അറിയാം. ഇവിടെ എന്ത് വരുന്നുണ്ട്? യുവിന്റെ ഒരു ടേം വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ രണ്ട് അൺനോണും വരും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സും വൈ അതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ y എത്രയാണ്? y 4. ഇവിടെ x എത്ര? 5. സൈൻ ആൽഫ മൈനസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. Yes, sir. ഓക്കെ, ഇനി ഒരു അടുത്ത ടൈപ്പ് പ്രൊജക്ഷൻ. Inclined projection with point of projection and point of strike at different levels. ഇവിടെ എന്തായിരുന്നു? പോയിന്റ് ഓഫ് പ്രൊജക്ഷനും പോയിന്റ് ഓഫ് സ്ട്രൈക്കും സെയിം ലെവൽ ആയിരുന്നു. ഇനിയുള്ളത് ഡിഫറെന്റ് ലെവൽ. കണ്ടോ? ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസ്. ഇത് കാണുമ്പോ ഒരു ഇച്ചിരി ഇതായിട്ടൊക്കെ തോന്നുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് വേറൊരു ഹൈറ്റ് വന്ന് വീഴും. അപ്പൊ ഈ ഒരു കണ്ടോ, ഈ എയും ബിയും തമ്മിലൊരു വൈ നോട്ട് ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. ഇത്ര ഈ ഫിഗർ ഓർക്കുക. ഇതൊരു നാലഞ്ച് മെത്തേഡ് ചെയ്യാം. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഒരു 3 മെത്തേഡ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ മെത്തേഡ് 2 ആണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മെത്തേഡ് 2. നിങ്ങൾ ബാക്കിയും കൂടെ വായിച്ചു നോക്കിയോ. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. മെത്തേഡ് 2 ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റിൽ ബാക്കി 2 മെത്തേഡും ഉണ്ട്. വേറെ ടെസ്റ്റ് വേറെ മെത്തേഡ്സും ഉണ്ട്. ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നു അത് ചെയ്യാം.
ഇവിടെ ഇപ്പൊ ഞാൻ മെത്തേഡ് 2 എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ പഴയ കേസ് പോലെ തന്നെ ഇവിടെ എടുക്കുന്നു, യു പോകുന്നു. അപ്പൊ ഇവിടെ ഒരു യു കോസ് ആൽഫ ഇങ്ങോട്ടുണ്ട്. 1 സെക്കൻഡ്. ഇങ്ങോട്ടൊരു യു കോസ് ആൽഫ കമ്പോണന്റും വരും. മുകളിലേക്ക് ഒരു യു സൈൻ ആൽഫ കമ്പോണന്റും വരും. പഴയ പോലെ. എന്നിട്ട് നമ്മള് കൺസിഡർ ചെയ്യുന്നു ഈ എന്ന് സിയിലേക്ക് പോകുന്ന ആ ഫസ്റ്റ് ദൂരം ഉണ്ടല്ലോ, അതിന്റെ ടൈമിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എ ടു സി ഒരു സെഷനായിട്ടും സി ടു ബി വേറൊരു സെഷനായിട്ടും എടുക്കുന്നു. ഈ എ ടു സി വരെ പോകുന്ന ആ ടൈമിനെ നമ്മൾ T1 എന്നും പറയും. അതുപോലെ സി ടു ബി വരെ പോകുന്നതിനെ T2 എന്നും പറയും. അങ്ങനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഈ എ ടു സി ആണ് ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ എ ടു സി ചെയ്യുമ്പോൾ വെർട്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്താണ്, ഇതിങ്ങനെ വെർട്ടിക്കലി മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താവും, ഫൈനൽ വെലോസിറ്റി 0 ആകും. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സാധാ ഇക്വേഷൻ v u പ്ലസ് AT ഇക്വേഷൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതില് v എന്ന് പറയുന്നത് 0 ആയിരിക്കും. u എന്ന് പറയുന്നത് വെർട്ടിക്കൽ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ u സൈൻ ആൽഫ, എന്ന് പറയുന്നത് മൈനസ് g ഇൻറ്റു T1. ഇത്രയും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് T1 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് T1 കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആകും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കേസിലെ T1 കണ്ടുപിടിച്ചു. അവിടുത്തെ തന്നെ ഹൈറ്റ്, ഈ ഹൈറ്റും കൂടെ നമുക്ക് ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടണം. ഈ എ ടു സി എന്നുള്ള സെക്ഷനിൽ നിന്ന് ഇത്രയും ഹൈറ്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ നിന്ന്. അപ്പൊ വീണ്ടും നമ്മുടെ മറ്റേ ഇക്വേഷൻ S is equal to ut plus half AT square. കൈനമാറ്റിക്സിലെ ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കൈനമാറ്റിക്സിലെ 3 ഇക്വേഷൻ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ h ഇൻറ്റു u എന്ന് പറയുന്നത് വെർട്ടിക്കൽ u സൈൻ ആൽഫ ഇൻറ്റു t എന്ന് പറയുന്നത് T1. ഇവിടെ a എന്ന് പറയുന്നത് വീണ്ടും മൈനസ് t ആവും. അപ്പൊ ഞാൻ മൈനസ് ഇവിടുന്ന് എടുക്കുന്നു. ഹാഫ് ഇൻറ്റു g ഇൻറ്റു T1 സ്ക്വയർ. അങ്ങനെ നമുക്ക് h വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇക്വേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കുറെ g സ്ക്വയറും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു ഉണ്ടോ. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ t കിട്ടിയ സാധനം ഉണ്ടല്ലോ, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനലി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് എന്നുള്ള u സ്ക്വയർ സൈൻ സ്ക്വയർ 2g. അത് ഓർത്തിരിക്കണം എന്നില്ല, ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. ഓർത്തിരിക്കാമെങ്കിൽ അതും ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവാം. ഇനി താഴോട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അടുത്ത കേസ് C2B താഴേക്ക് വരുന്ന പോർഷൻ. ഇനി അതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. C2Bയിലേക്കുള്ള കൺസിഡർ ചെയ്യാൻ പോകും. C2Bയിലേക്ക് കൺസിഡർ ചെയ്യുന്നതിന് അപ്പം അവിടുത്തെ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h പ്ലസ് y0 ആണ്. സിയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫറൻസ് വരുമല്ലോ അല്ലെ, വെർട്ടിക്കലി h പ്ലസ് y0. അപ്പൊ അവിടുത്തെ ഇതേ ഇക്വേഷൻ കൊടുക്കുമ്പോൾ S is equal to ut plus half AT കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് h പ്ലസ് y0 എന്ന് വരും. പിന്നെ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ 0 ആയി. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ 0 ആയി. പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പൊ അവിടുത്തെ 0 ആണ് പ്ലസ് ഹാഫ്. ഇനി താഴേക്കാ വരുന്നത്. അപ്പൊ എന്താണ്, പോസിറ്റീവ് g. ഓക്കെ, ഇത്ര ഒരു വ്യത്യാസം കൂടെ വരുത്തേ ഉള്ളൂ. അതാണ് ഈ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. h പ്ലസ് y0 ഈക്വൽ ടു 0 വന്നത് ഞാൻ പറഞ്ഞു, അവിടെ ഇത് വരും. പിന്നെ ഹാഫ് gt ഇൻറ്റു T2 സ്ക്വയർ വരും കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ടോട്ടൽ t എന്ന് പറയുന്നത് T1 പ്ലസ് T2 ആയിരിക്കും. R എന്ന് പറയുന്നത് റേഞ്ച് പഴയ പോലെ തന്നെ ഹൊറിസോണ്ടലി നമ്മൾ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u cos ആൽഫ ആൻഡ് u cos ആൽഫ ഇൻറ്റു t. അത്രയാണ്.
അപ്പൊ ഇത്ര ഇക്വേഷൻസ് ആണ് വേണ്ടത്. മെയിൻ ഇക്വേഷൻസ് ഒക്കെ ഞാനൊന്ന് ഇങ്ങനെ വരയിട്ട് തരാം. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കുക, ഇതും വേണം, ഇതും വേണം. ഇതെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് സുഖമായിട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒക്കെ ഒന്ന് മനസ്സിലായല്ലോ മെത്തേഡ് 2 വെച്ചിട്ട് എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നതെന്നുള്ള. മനസ്സിലായോ 2 ലെവൽ വരുമ്പോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇനി ഒന്നുകൂടെ ഒന്ന് പറയാം കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇതിൽ നമ്മൾ എടുക്കുമ്പോ പെട്ടെന്ന് പറയാം. ഇങ്ങനൊരു ഫിഗർ ഉണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് എടുക്കാം. എ ടു സി ഒരു സെക്ഷനായിട്ട് എടുക്കാം, സി ടു ബി ഒരു സെക്ഷനായിട്ട് എടുക്കാം. ഇവിടെ യു ഉണ്ട്, യു ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ യു കോസ് ആൽഫയും യു സൈൻ ആൽഫയും ആക്കി. അതിനുശേഷം ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എച്ച് ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എ ടു സി പോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ ആൽഫ ആയിരിക്കും. അത് വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യാൻ അവിടെ നമുക്ക് ടൈം കിട്ടും. അതവിടെ വെക്കുക. അതിനുശേഷം വെർട്ടിക്കൽ ഹൈറ്റിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അവിടെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ T1 അങ്ങനെ കിട്ടും. അവിടെ ആ ഇക്വേഷൻ എഴുതി വെക്കുക. ഇനി അടുത്തത്, ഇനി സി ടു ബി ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ആണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ എസ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് വൈ നോട്ട് ആയിരിക്കും. അതെടുക്കുക. പിന്നെ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. താഴേക്ക് വരുന്നുണ്ട് ജി പോസിറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. A bullet is fired from a height of 120 meter at a velocity of 360 kilometer per hour at an angle of 30 degree upwards, neglecting the air resistance. Air resistance neglect ചെയ്തു. Total time of flight വേണം, horizontal range വേണം, അതേപോലെ തന്നെ maximum height reached by bullet വേണം, അതുപോലെ final velocity of bullet just before touching the ground. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. ബുള്ളറ്റ് ഒരു ഹൈറ്റിൽ നിന്നാണ് ഫയർ ചെയ്തത് 120 മീറ്റർ. എന്നിട്ട് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്നു. തന്നിട്ടുണ്ട് ഇവിടെ 360 ആണ്. അത് കിലോമീറ്റർ പെർ അവർ ആണ്. അത് ആദ്യം തന്നെ നിങ്ങൾ എന്താക്കണം, മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അങ്ങനെ സെക്കൻഡിലൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പം നമ്മുടെ മെത്തേഡ് അനുസരിച്ചിട്ട് ചെയ്യും. ഇപ്പൊ മെത്തേഡ് 1 ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെത്തേഡ് 2 അനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മെത്തേഡ് 2 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഗിവൺ ഡേറ്റ അനുസരിച്ചിട്ട് യുവും കാര്യങ്ങളും ഒക്കെ കിട്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഫസ്റ്റ് എടുക്കേണ്ടത് തുടങ്ങാം. ഈ എ ടു സി സെഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. എന്ന് സി വരെയുള്ള കാര്യം നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. യു പ്ലസ് എ. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി സിയിലെത്തുമ്പോൾ 0 ആകും. യു എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അതുകൊണ്ട് തന്നെ 360 നമ്മൾ മീറ്റർ ആക്കിയില്ല. അപ്പൊ അതങ്ങ് എഴുതാം. 100 സൈൻ 30 മൈനസ് 9.81 ഇൻറ്റു T1. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 0 ഈക്വൽ ടു 100 സൈൻ 30 മൈനസ് 9.81 T1. ഇതിൽ നിന്ന് നമുക്ക് T1 കിട്ടും. ഒന്ന് സോൾവ് ചെയ്ത പെട്ടെന്ന്. സൈൻ 30 വരുമ്പോ ഈ കമ്പൗണ്ട് 50 ആവും. 5 പോയിന്റ് സംതിങ് വരുമെന്ന് തോന്നുന്നു T1. എത്ര T1? 5.096. ഓക്കെ. അപ്പൊ നമുക്ക് T1 കിട്ടി 5.096.
16 എത്ര വന്നേ? 096. 096. ഓക്കെ. അപ്പൊ നമുക്ക് T1 കിട്ടി. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ്? ആ എ സിയുടെ തന്നെ നമുക്ക് എച്ച് വേണം. നമുക്കറിയാം, ഈ ഇക്വേഷൻ തന്നെ കൊടുത്താൽ മതി. എച്ച് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഒന്ന് വരച്ച് കാണിച്ചേക്കുന്നത് ഈ ഡിസ്റ്റൻസ് നമ്മുടെ എസ്. നമുക്ക് എച്ച് എന്നാണ് സാധാ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എച്ച് എന്ന് തന്നെ ഇടാം. എച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ യു എന്ന് പറയുന്നത് എന്തായിരുന്നു? 100 sin 30. ഇപ്പൊ T1 വരും കേട്ടോ. ഇവിടെ T1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അറിയാം ഇൻറ്റു 5.096 പ്ലസ് വരില്ല. ഇവിടെ മുകളിലേക്ക് പോകുമ്പോൾ എ എന്താവും? നെഗറ്റീവ് ആവും. ജി മൈനസ് ജി. അവിടെ ഞാൻ ഓൾറെഡി അങ്ങ് മൈനസ് ഇടുകയാണ്. ഇൻറ്റു 9.81 ഇൻറ്റു എത്രയാണ്? 5.096. ഒന്ന് ചെയ്തേ, എച്ച് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക്? $229.8. ഓക്കെ, 1 സെക്കൻഡ്. എന്ന് പറഞ്ഞേ 229.8. 229.8. അത്രയും വരുമോ? ഒന്നുകൂടെ നോക്കിയാ. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഞാൻ സ്ക്വയർ ഇടാൻ മറന്നുപോയി. ടി സ്ക്വയർ ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഇവിടെ മൈനസ് ആണ്. അത്രയും വരില്ല എന്ന് തോന്നുന്നു. ഇത് 50 ഇൻറ്റു ഇത് 50 ഇൻറ്റു 5 250 വരും. 250 മൈനസ് ഇത്രയും വരുമ്പോ എന്തായാലും അത് 127.42. ഓക്കെ, 127.42. ഓക്കെ. അത്ര മീറ്റേഴ്സ്. ഓക്കെ, അത്ര മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 127.42 മീറ്റർ. അപ്പൊ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സി വരെയുള്ള ഹൈറ്റ് അപ്പൊ നമുക്ക് കിട്ടി 27.42. ഇനി നമുക്ക് ടോട്ടൽ ടൈം ഓഫ് ദി ഫ്ലൈറ്റ് ആ ചോദിച്ചിരിക്കുന്നത്. ടി ഈക്വൽ ടു അപ്പൊ T1 പ്ലസ് T2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിപ്പോ T1 കണ്ടുപിടിച്ചുള്ളൂ. ഇനി അപ്പൊ നമുക്ക് ഇനിയും പോവാം. അടുത്ത സെഷൻ എടുക്കാം. ഇപ്പൊ നമ്മള് AC ആണ് ചെയ്തത്. ഇനി നമുക്ക് CB ചെയ്യണം. C2B ഉള്ള സെഷൻ ചെയ്യണം. അവിടെ ഓർക്കണം, അവിടുത്തെ ഇതേപോലെ തന്നെ ഇനിഷ്യൽ വെലോസിറ്റി അവിടെ 0 ആയിരിക്കും. U 0 ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ T എന്ന് പറയുന്നത് ഇവിടെ T2 ആയിരിക്കും. നിങ്ങളുടെ A എന്ന് പറയുന്നത് +G ആയിരിക്കും. ഇനി നമുക്ക് അവിടുത്തെ നോക്കാം. അവിടുത്തെ H എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. സിയും ബിയും കൂടെ ഉള്ള ഡിസ്റ്റൻസ്. സോ H എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കിട്ടിയത് എത്രയായിരുന്നു? 127.42 അല്ലേ? പ്ലസ് 120 കൂടെ വരും. സോ 247.42 ആണ് നിങ്ങളുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. എബോവ് ബി ഇടുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ H. അവിടെ അതേ ഇക്വേഷൻ കൊടുക്കണം നമുക്ക്. H is equal to ut plus half at square. So H 247.42. ut എന്ന് പറയുന്നത് u0 ആൻഡ് ആ കമ്പോണന്റ് പോയി ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു T2 സ്ക്വയർ. ചെയ്തേ, T2 എത്ര വരുന്നത്?
T2. T2. $7.1 seconds. 7.1 അല്ലേ? 7.1 സെക്കൻഡ്. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ പാർട്ട് കഴിഞ്ഞു. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. മറ്റേ T1 5.096 ആയിരുന്നു, പ്ലസ് ഇപ്പൊ നമുക്ക് കിട്ടിയത് 7.1. അപ്പൊ നമുക്ക് 12 സെക്കൻഡ്സ് വരും അല്ലെ? ടോട്ടൽ 12.2 സംതിങ് വരും. 12.2 സെക്കൻഡ്സ് വരും. അപ്പൊ അതുമായി. ഇനി അടുത്ത് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി ബുള്ളറ്റ് കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാല് റേഞ്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചായിരുന്നു ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ u cos alpha into t എന്ന് പറഞ്ഞ ടോട്ടൽ ടൈം. സോ u എന്ന് പറയുന്നത് 100 cos 30 into ഈ 12.2 ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റേഞ്ച് എത്ര വരുന്ന? 1056 point something. 1056 point something. ഓക്കെ. അപ്പൊ അതായി. അതേപോലെ തന്നെ ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി അല്ലെ, ബിഫോർ സ്ട്രൈക്കിംഗ് എത്ര ആയിരിക്കും വെലോസിറ്റി എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? ആലോചിച്ചേ. ഇവിടുത്തെ വെലോസിറ്റി എനിക്ക് കിട്ടണം ഈ പോയിന്റ് ബിയില്. നിങ്ങൾ ഇത്ര ഓർക്കാൻ ഇനിഷ്യലി പറഞ്ഞു, ഏതൊരു പോയിന്റ് ഇപ്പൊ സി ആട്ടെ ഡി ആട്ടെ ബി എല്ലായിടത്തും എന്തുണ്ട്? ഒരു വെർട്ടിക്കൽ കമ്പോണന്റും കാണും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും കാണും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ കേസില് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? u cos ആൽഫ. അത് ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. അത് ത്രൂ ഔട്ട് എന്ത് തന്നെ ആയിരിക്കും? u cos ആൽഫ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ പോയിന്റ് സി എടുത്താലും അവിടുത്തെ എന്തായിരിക്കും? u cos ആൽഫ ആയിരിക്കും. ഡി എടുത്താലും u cos ആൽഫ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കിട്ടാൻ വേണ്ടി u cos ആൽഫ ചെയ്താൽ മതി. 100 cos 30 അതായിരിക്കും നിങ്ങളുടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. ഇനി വെർട്ടിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. വെലോസിറ്റി കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്ത് വെച്ചിട്ടാണ്? ഗ്രാവിറ്റി വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മറ്റേ ഇക്വേഷൻ v equal to u plus at കൊടുക്കുക. അപ്പൊ v ആണ് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി. u എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി വെർട്ടിക്കലിന്റെ. വെർട്ടിക്കലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u sin ആൽഫ. ഇനി ഇതെന്താ? മുകളിലോട്ട് പോകുമ്പോ കുറയുക. അപ്പൊ മൈനസ് ജി ഇൻറ്റു ടി. ടി എടുക്കുമ്പോൾ ടോട്ടൽ ടൈം എടുക്കണം, ഈ 12 പോയിന്റ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വെർട്ടിക്കലും കിട്ടും. അങ്ങനെ നിങ്ങൾ വെർട്ടിക്കല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? v equal to 100 sin 30 minus 9.81 into 12.2 എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. ഇതിന്റെ ആൻസർ എത്ര നോക്കിയേ? ഹലോ. minus 69.68. ഓക്കെ, മൈനസ് 69 പോയിന്റ്. അപ്പൊ നമുക്കൊരു മൈനസ് സിമ്പിൾ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ആണ് കിട്ടുന്നത് ഹൊറിസോണ്ടൽ. അതിന്റെ അർത്ഥം ഈ ബി പോയിന്റ് ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി എങ്ങനെ? ബി ഇവിടെ ഇങ്ങനെ, ബി പോയിന്റ് ഇവിടെ ആയിട്ടല്ല, ബി പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇങ്ങനെ തന്നെ പോകുന്നു, വെർട്ടിക്കൽ കമ്പോണന്റ് ഡൗൺവേർഡ് പോകും എന്നാണ് അതിന്റെ മീനിങ്.
വെർട്ടിക്കൽ വെലോസിറ്റി ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്ത്? ഈ ബുള്ളറ്റ് ഇവിടുന്ന് ഇങ്ങനെ വിടുവല്ലേ, ഈ ബുള്ളറ്റ് ഇങ്ങനെ വന്ന് കയറുന്നത് ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ആണല്ലോ റിസൾട്ടന്റ്. അപ്പൊ ശരിക്കും ഇങ്ങനെ ബുള്ളറ്റ് വിട്ടാൽ അത് ഇങ്ങനെ തന്നെ വന്ന് കയറും, കണ്ടോ? അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ റിസൾട്ടന്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും ഒറിജിനൽ വെലോസിറ്റി. പഴയതുപോലെ തന്നെ നമ്മുടെ പാരലോഗ്രാം ലോ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ കമ്പോണന്റ് സ്ക്വയർ ഇൻറ്റു അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. പിന്നെ ആ ആംഗിൾ കിട്ടണമെങ്കിൽ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ. നമ്മളെ പണ്ട് ചെയ്യുന്നത് തന്നെ തീറ്റ ഈക്വൽ ടു നമ്മൾ എന്താ ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് എന്നല്ല പഠിച്ച. വൈ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇതേ സെയിം സംഭവമാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും നിങ്ങൾ നല്ലപോലെ പഠിക്കുക. അത് തന്നെയാണ് തേർഡും ഫോർത്തും എല്ലാം കണ്ടിന്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് ആൻഡ് വെലോസിറ്റി എത്ര കിട്ടി പറ? ഓക്കെ, കിട്ടുന്നുണ്ടോ? 51 പോയിന്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. 51 അല്ലല്ലോ, അത് കൂടുതൽ വരുമല്ലോ. കാരണം നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് സൈൻ ഒന്നും എടുക്കണ്ടല്ലോ. അപ്പൊ 69ന്റെ സ്ക്വയറും പ്ലസ് മറ്റേത് ഏകദേശം 86 വരുമല്ലോ. സോ 86ന്റെ സ്ക്വയർ പ്ലസ് 69ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100ന് അബവ് എന്തെങ്കിലും ആൻസർ ആയിരിക്കും. ഞാൻ ടെസ്റ്റ് ഒന്ന് നോക്കട്ടെ. Sorry, 110.25. ഓക്കെ, അതായിരിക്കും. അത്രയും വരും. നിങ്ങൾ സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യണ്ട കേട്ടോ. സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പൊ 100ന് അബവ് ഉള്ള ഒരു വാല്യൂ വരും. 110 കറക്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. ആ പ്രോബ്ലത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക, അത് വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഇത് ഈസി ആയിട്ട് തോന്നും. ഇത് പിന്നെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവത്തുള്ളൂ. ഈ തൊട്ടുമുമ്പ് നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾക്ക് എച്ച് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടല്ലേ. അതില്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്ത എച്ച് കിട്ടും. അപ്പൊ നിങ്ങളിങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഇക്വേഷനിൽ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് തരാം കേട്ടോ. എങ്ങനെയാന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടാവുമല്ലോ? ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. 3 തൊട്ട് 4 വരെ എടുക്കാം. 3 തൊട്ട് എടുക്കാം. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. 3 തൊട്ട് എടുക്കണോ അതോ 2:30 തൊട്ട് എടുക്കണോ? നിങ്ങൾ തന്നെ പറ. ചാർജ് ഇല്ല, കുറെ ടൈം എടുക്കും ചാർജ് തീരാനായി. ചാർജ് തീരാനായി. എന്നാ 3:00 എടുക്കാം. റെക്കോർഡ് ക്ലാസ് ഇടാൻ പറ്റുമോ സർ? അല്ല, അതൊരു പുതിയ അത് ഇതിന്റെയാണ്. റെക്കോർഡ് മതിയോ? എല്ലാവർക്കും അങ്ങനെ മതിയോ? ഇതിന്റെയാണ് ഡി ആൽബർട്ട്സ് പ്രിൻസിപ്പിളിന്റെ പ്രോബ്ലംസ് ആണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങള് ജസ്റ്റ് ഒരു 3:30 ആകുമ്പോ ഒരു 15-20 മിനിറ്റ് ഒന്ന് കയറും. ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഞാൻ റെക്കോർഡ് ഇട്ട്. Okay, sir. ഓക്കെ, ചാർജ് കുറവാണ്, ഇവിടെ കറണ്ട് ഇല്ല.
അല്ല അത് ഞാൻ റെക്കോർഡും ഇട്ടേക്കാം, ഗ്രൂപ്പിൽ ഇട്ടേക്കാം. കയറാൻ പറ്റുന്നവര് ഓൺലൈനിലേക്ക് കയറുക. ചാർജ് കുറവാണ്. അതല്ല ഞാൻ പറഞ്ഞത്, മോനെ നിനക്ക് കയറാൻ പറ്റുന്നെങ്കിൽ അപ്പൊ കയറണ്ട, ബാക്കിയുള്ളവരും കയറിക്കോട്ടെ. ഏതായാലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ഗൂഗിൾ ക്ലാസ് റൂം, അത് ഞാൻ അതിനകത്ത് ഇട്ടേക്കാം, മോനെ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ 3-ന് ശേഷം 3-നോ 3:30-ക്കോ ആ ടൈം അനുസരിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറും കൂടെ ഒന്ന് ഇരിക്കാം. അതിന്റെ ഡി ആൻബസ് പ്രിൻസിപ്പിളിന്റെ കുറച്ച് പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ. പിന്നെ പാരബോളയുടെ ഒരു ചെറിയ കേസ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് അതും കൂടെ അന്നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതും പെട്ടെന്ന് തീരും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒന്നുമില്ല, നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുകയാണ്. ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ഉണ്ട്, 2 മീറ്റർ ഹൈറ്റ് എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം പൊള്ളാഡിനെ പോലെ ഹൈറ്റ് ഉള്ള ഏതൊരു പ്ലെയർ ഉണ്ട്, അത്രയും 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് അയാൾ എറിയുന്ന ബോള്, എന്നിട്ട് അയാളുടെ വിക്കറ്റ് വന്ന് കൊള്ളുന്നത് 0.5 മീറ്റർ എബോ ആണ്. ഇങ്ങനെ അയാൾ എറിഞ്ഞു, ഇവിടെ വന്ന് ബോൾ കൊണ്ടു. അങ്ങനെയാണെങ്കിൽ ഇയാള് 20 മീറ്ററിലാണ് എറിഞ്ഞത്, 30 ഡിഗ്രി ആംഗിളിലാണ് ചരിച്ച് എറിഞ്ഞത്. ഇയാള് ഈ വിക്കറ്റിൽ നിന്ന് എത്ര ഫാർ ആയിരുന്നു എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഞ്ച് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം, യു കോസ് ആൽഫ ഇൻറ്റു ടി. അപ്പൊ നമുക്ക് ഇവിടെ യു അറിയാം, പക്ഷെ നമുക്ക് ആൽഫ അറിയത്തില്ല, ടിയും അറിയത്തില്ല. അപ്പൊ അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഈ പോർഷൻ വരെ ഉള്ളതും പിന്നെ ഈ പോർഷനിൽ നിന്ന് അടുത്ത്. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഡിസ്റ്റൻസ് എടുക്കുമല്ലോ, അടുത്ത ഡിസ്റ്റൻസ് എടുക്കുമല്ലോ. അപ്പൊ നമ്മള് ഇവിടുന്നുള്ളത് കണ്ടുപിടിക്കും ഈ എ സി ചെയ്യുമ്പോ, അല്ലെ? ഇത്രയും ഡിസ്റ്റൻസ് എ സി ചെയ്യുമ്പോ കണ്ടുപിടിക്കും. ഇത്രയും ഡിസ്റ്റൻസ് ഈ പച്ച കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് ഞാൻ എ സിയുടെ ഇത് എടുക്കുമ്പോൾ എനിക്ക് കിട്ടും. പക്ഷെ ബാക്കി ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് 2 എന്ന് എഴുതരുത്, 2 മൈനസ് 0.5 1.5 മീറ്റർ അല്ലേ ഉള്ളൂ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് മുമ്പത്തെ പ്രോബ്ലം പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം.